2025-26 കാലഘട്ടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ അല്ലേ ഇത് എന്ന് ചോദിച്ചിട്ടാണ് ആസ്ക് റുപ്പിമൻ സർവീസിലേക്ക് നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 ഒരാൾ ഒരു മെസ്സേജ് അയച്ചു. നമ്മൾ ആളുകളുടെ മ്യൂച്വൽ ഫണ്ട് ഫോളിയോകൾ നോക്കിയിട്ട് എന്തൊക്കെ ചേഞ്ചുകൾ വരുത്തിയാൽ നന്നാവും എന്നുള്ള സജഷൻസ് നമ്മൾ കൊടുക്കാറുണ്ട്. നിങ്ങൾക്കും അത്തരം എന്തെങ്കിലും സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. അദ്ദേഹത്തിൻ്റെ ചോദ്യം വളരെ ന്യായമായിരുന്നു. സാധാരണ നമ്മളടക്കമുള്ള എല്ലാ ഇൻവെസ്റ്റേഴ്സും ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. നമ്മുടെ പോർട്ട്ഫോളിയോ എപ്പോഴും സാധാരണ ഒരു പോർട്ട്ഫോളിയോയേക്കാൾ ഉയർന്ന നിലവാരത്തിൽ പോകണം എന്നും അത് കൂടുതൽ ലാഭം നമുക്ക് ഉണ്ടാക്കി തരണം എന്ന് തന്നെയാണ് നമ്മളുടെ ആഗ്രഹം. പക്ഷേ നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ, നമ്മൾ ചെയ്യുന്ന ചില കാര്യങ്ങൾ ടോട്ടലി ഓപ്പോസിറ്റായി പോയാലോ? ഇദ്ദേഹം ഏറ്റവും നന്നായിട്ട് വരണം എന്ന് ഉദ്ദേശിച്ച് ചെയ്തിട്ടുള്ള ഈ പോർട്ട്ഫോളിയോ ഒരു ഡിസാസ്റ്ററാണ് എന്ന് പറയുന്നതിൽ എനിക്ക് ഖേദമുണ്ട്. അദ്ദേഹം ഈ 6 മ്യൂച്വൽ ഫണ്ടുകളുള്ള ഈ പോർട്ട്ഫോളിയോ മെയിൻറ്റെയിൻ ചെയ്യുന്നതിലൂടെ 6 മേജർ തെറ്റുകൾ അദ്ദേഹം വരുത്തുന്നുണ്ട്. ആ തെറ്റുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിൽ പറയാം. ആ കാര്യങ്ങൾ അദ്ദേഹത്തെ പറഞ്ഞ് മനസ്സിലാക്കുകയും അദ്ദേഹം ഈ 6 ഫണ്ടുകളിൽ നിന്ന് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയാൽ ഒരു ബെറ്റർ പെർഫോമിംഗ് ലോങ് ടേം പോർട്ട്ഫോളിയോ ആക്കാം, ഒരു മികച്ച ദീർഘകാല പോർട്ട്ഫോളിയോ ആക്കാം എന്നുള്ള സജഷൻസും കൂടെ നമ്മൾ കൊടുത്തിരുന്നു. അപ്പോൾ നിങ്ങൾ അങ്ങനെ ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോ ഉണ്ട്, നിങ്ങൾ എങ്ങനെ അതിൽ വെച്ച് പ്രൊസീഡ് ചെയ്യുമെന്ന് അറിയാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തുറന്ന് കാണുക. കൂടുതൽ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്റ്റും ചെയ്യുക. ഇന്ന് ഈ പറഞ്ഞു തരാൻ പോകുന്ന ഈ 6 മ്യൂച്വൽ ഫണ്ടുകളുള്ള പോർട്ട്ഫോളിയോയിൽ 6 പ്രധാനപ്പെട്ട തെറ്റുകളാണ് ഇദ്ദേഹം വരുത്തിയിട്ടുള്ളത്. ഞാൻ കണ്ട ഒട്ടുമിക്ക പോർട്ട്ഫോളിയോയിലും ഇതിൽ ഒന്നോ അതിലധികമോ തെറ്റുകളുള്ള പോർട്ട്ഫോളിയോകളാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതൊരു കോമൺ ആയിട്ട് കാണുന്ന ഒരു മിസ്റ്റേക്കാണ് എന്ന് തീർച്ചയായിട്ടും പറയാനായിട്ട് സാധിക്കും. നിങ്ങൾ ഈ മിസ്റ്റേക്കുകൾ പെട്ടെന്ന് തന്നെ നിങ്ങൾ ക്ലിയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പണം ഉണ്ടാക്കാതിരിക്കുക എന്ന് മാത്രമല്ല, നിങ്ങളുടെ കയ്യിലുള്ള പണം നഷ്ടപ്പെടാനുള്ള സാധ്യത വരെ ഉണ്ട് എന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പോർട്ട്ഫോളിയോയിൽ ഇദ്ദേഹം നിക്ഷേപിച്ചിട്ടുള്ള എമൗണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 12 ലക്ഷം രൂപയാണ്. അദ്ദേഹം നിക്ഷേപിച്ചിട്ട് ഏകദേശം 1.5 വർഷത്തിന് ശേഷം അദ്ദേഹം ഇപ്പോൾ എടുത്തു നോക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഫണ്ട് വാല്യൂ എന്ന് പറയുന്നത് 11,90,000 രൂപ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നിക്ഷേപിച്ചതിനേക്കാൾ പൈസ കുറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം നിക്ഷേപിച്ചതിനേക്കാൾ പൈസ കുറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹം ഒരു മികച്ച പോർട്ട്ഫോളിയോ ആവണമെന്ന് ഉദ്ദേശിച്ച് ചെയ്തതാണ് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അത് ഒരു നല്ല രീതിയിൽ അത് കൊണ്ടു നടക്കാനായിട്ട് സാധിച്ചിട്ടില്ല. എന്തൊക്കെയാണ് തെറ്റുകൾ എന്നുള്ളതിലേക്ക് പോകാം. ഇതിൽ കാണിച്ചിരിക്കുന്ന ഫണ്ടുകളുടെ പേര് ABC, PQR എന്നൊക്കെ കൊടുത്തിട്ടുള്ള എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നിങ്ങൾ ആ ഫണ്ടുകളുടെ പേരുകൾ വെച്ച് നിങ്ങൾ ബയസ്ഡായി പോകാതിരിക്കാനാണ്. ഓക്കെ, നിങ്ങൾ ശ്രദ്ധിച്ച് നമ്മളുടെ വീഡിയോ ചാനൽ കാണുന്ന ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഫണ്ടുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് മേക്ക് ഔട്ട് ചെയ്യാനും പറ്റും. പക്ഷേ നിങ്ങൾക്ക് അതിൻ്റെ പേരുകൾ മാറ്റിയിട്ടുണ്ട് എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിൽ 3 സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകളുണ്ട്. അതുപോലെ 2 സെക്ടറൽ അല്ലെങ്കിൽ തീമാറ്റിക് ആയിട്ടുള്ള ഫണ്ടുകളുണ്ട്. അതുപോലെ ഒരു ഡൈവേഴ്സിഫൈഡ് ഫ്ലെക്സി ക്യാപ് ഫണ്ടുകളുണ്ട്. ഇദ്ദേഹം ഒരു SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അദ്ദേഹം അതിനുശേഷം അത് സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്തു. ടോട്ടൽ ഇൻവെസ്റ്റ്മെൻറ്റ് 12 ലക്ഷമാണ്. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ 11,99,000 രൂപയുടെ കുറഞ്ഞിരിക്കുകയാണ്. ഇത്രയും സമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു, പക്ഷേ 1 രൂപ പോലും അതിൽ നിന്ന് കൂട്ടാനായിട്ട് സാധിച്ചിട്ടില്ല. 1000 രൂപ നഷ്ടവുമാണ്. ഇദ്ദേഹം വരുത്തിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകളിൽ വളരെ കൂടിയൊരു കോൺസെൻട്രേഷൻ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളതാണ്. നിങ്ങളിവിടെ കാണുന്ന ഗ്രാഫിൽ കാണുന്നത് പോലെ 50% അദ്ദേഹത്തിൻ്റെ പൈസ സ്മോൾ ക്യാപ്പുകളിലും മിഡ് ക്യാപ് ഫണ്ടുകളിലുമാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു ഡൈവേഴ്സിഫിക്കേഷൻ ആസ്പെക്റ്റിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു മികച്ച തീരുമാനമല്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ഫണ്ട്, നമ്മളുടെ എമൗണ്ട് ഒരു സ്മോൾ ക്യാപ് ഫണ്ട് പോലെ അല്ലെങ്കിൽ മിഡ് ക്യാപ് ഫണ്ട് പോലെ വളരെയധികം വൊളാറ്റിലിറ്റിക്ക് വിധേയമാകുന്ന വളരെയധികം റിസ്ക്കുകളുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഏരിയയിൽ മെജോറിറ്റി എമൗണ്ട് കൊണ്ടുവരുന്നത് നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റിനെ കൂടുതൽ റിസ്കി ആക്കാനും കൂടുതൽ നഷ്ടസാധ്യത ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ 3 ഫണ്ടുകൾക്ക് പകരം 1-2 ഫണ്ടുകൾ മാത്രമേ അദ്ദേഹത്തിന് ആവശ്യമുള്ളൂ. അതുമാത്രമല്ല, ഇദ്ദേഹം എടുത്തിട്ടുള്ള ഫണ്ടുകൾ തമ്മിലുള്ള ഓവർലാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മ്യൂച്വൽ ഫണ്ടിൽ 30 മുതൽ 50 വരെ സ്റ്റോക്കുകൾ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ആ സ്റ്റോക്കുകൾ ഓൾമോസ്റ്റ് സെയിം സ്റ്റോക്കുകൾ മറ്റുള്ള മ്യൂച്വൽ ഫണ്ടുകളിൽ റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അതിനെയാണ് ഓവർലാപ്പ് എന്ന് പറയുന്നത്. അങ്ങനെ ഓവർലാപ്പ് ഉണ്ടാകുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഉണ്ടാവില്ല. അതുമാത്രമല്ല, ഇതിൽ റിസ്കി ആയിട്ടുള്ള ബെറ്റുകളുടെ ഓവർലാപ്പ് അദ്ദേഹത്തിൻ്റെ പണത്തിനെ കാര്യമായിട്ടുള്ള രീതിയിൽ കുറയ്ക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒന്നാമത്തെ മിസ്റ്റേക്ക് മനസ്സിലായി, കൂടുതൽ സ്മോൾ ക്യാപ് മിഡ് ക്യാപ് ഫണ്ടുകൾ ഇടുന്നത് ഒരു പ്രശ്നമാണ്. രണ്ടാമത്തെ ഒരു മിസ്റ്റേക്ക് ഞാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ തൊട്ട് മുൻപുള്ള സമയങ്ങളിലെ ഒരു
ലാഭത്തിനെ ലാസ്റ്റ് ഇയറിൽ വന്നിട്ടുള്ള ഒരു ലാഭക്കണക്ക് നോക്കിയിട്ട് ഫണ്ടുകൾ ചൂസ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇദ്ദേഹം ഒരു മിഡ് ക്യാപ്പ് ഫണ്ട് ചൂസ് ചെയ്തിട്ടുണ്ട്. അത് എന്ന് പറയുന്നുണ്ടെങ്കിൽ 2023-24 കാലഘട്ടത്തിലൊക്കെ ഏറ്റവും മികച്ച രീതിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു മിഡ് ക്യാപ്പ് ഫണ്ട്, അതുപോലെ 2023 കാലഘട്ടത്തിൽ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു സ്മോൾ ക്യാപ്പ് ഫണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചപ്പോൾ 2023 ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല ഫണ്ട് എന്ന് നോക്കി അതെടുത്തു, 2024 വീണ്ടും മറ്റൊരു ഫണ്ട് എന്ന് നോക്കി മറ്റൊരു ഫണ്ട് കണ്ടു അതും എടുത്തു എന്നുള്ളതാണ്. അങ്ങനെ റാൻഡമായിട്ട് എടുക്കുന്ന ആളുകളുണ്ട്. പാസ്റ്റ് പെർഫോമൻസ് മാത്രം നോക്കിക്കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകൾക്ക് ഫ്യൂച്ചറിൽ റിട്ടേൺ കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിലും മ്യൂച്വൽ ഫണ്ടുകളുടെ ആഡിൽ പറയുന്നത് പോലെ പാസ്റ്റ് പെർഫോമൻസ് ഒരിക്കലും ഫ്യൂച്ചർ ഗെയിൻസുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ അതുപോലെ തന്നെ അദ്ദേഹം ടെക്നോളജി സ്റ്റോക്കുകൾ ബൂം ചെയ്യുന്ന സമയത്ത് ടെക്നോളജി ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഇൻഫ്രാസ്ട്രക്ചർ സ്റ്റോക്കുകൾ ബൂം ചെയ്യുന്ന സമയത്ത് ഇൻഫ്രാ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തു. ഇതൊക്കെ അദ്ദേഹത്തിന് തിരിഞ്ഞു കഴിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് നമ്മൾ ഒരു സെക്ടർ ഫണ്ടിലോ ഒരു തീമാറ്റിക് ഫണ്ടിലോ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ആ സെക്ടർ അത്ര മികച്ചൊരു സമയത്തല്ല ഉണ്ടായിരിക്കുന്നത് എന്നുള്ള ഒരു അവസ്ഥയിലാണ്. അതായത് IT കമ്പനികൾക്ക് ഏറ്റവും നല്ല കാലം എന്ന് ആളുകൾ പറയുന്ന സമയത്ത് ഒരിക്കലും IT കമ്പനിയുടെ സ്റ്റോക്കുകളിലോ IT കമ്പനികളുടെ സ്റ്റോക്കുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളിലോ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് സാരം. കാരണം എന്താ, എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും മിക്കവാറും ഒരു സൈക്ലിക്കൽ രീതിയിലാണ് നടക്കുന്നത്. ഇന്ന് IT മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നാളെ ചിലപ്പോൾ IT താഴേക്ക് വരും, അത് കഴിഞ്ഞിട്ട് 2 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ IT മുന്നോട്ട് വരും, പിന്നെ ഒരു 5 വർഷം കഴിയുമ്പോൾ IT താഴേക്ക് വരും. അങ്ങനെ ഒരു സൈക്ലിക്കൽ രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു സെക്ടറിലുള്ള സ്റ്റോക്കുകൾ ഉയർന്ന നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്നു എന്ന് ആളുകൾ പറയുമ്പോൾ ഒരിക്കലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ എടുക്കരുത് എന്നുള്ളതാണ്. അദ്ദേഹം ആ തെറ്റും ഇവിടെ വരുത്തിയിട്ടുണ്ട്. മൂന്നാമതൊരു തെറ്റ് അദ്ദേഹം വരുത്തിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിനെ ടൈം ചെയ്യാനായിട്ട് നോക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. മാർക്കറ്റിൽ ഏറ്റവും ഉയർന്ന അവസ്ഥയിൽ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ 2024 ഒരു ജനുവരി മുതൽ സെപ്റ്റംബർ വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ വളരെയധികം എമൗണ്ട് ഇദ്ദേഹം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. 2024 സെപ്റ്റംബറിന് ശേഷം മാർക്കറ്റ് ഒരു ഡൗൺ ടേണിലേക്ക് പോവുകയൊക്കെ ഉണ്ടായി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാഭം വളരെ വലിയ രീതിയിൽ കുറഞ്ഞു. പക്ഷേ 2025 മാർച്ച് ഏപ്രിൽ മാസങ്ങളിലൊക്കെ അത്യാവശ്യം ഉയർന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലാഭം വലിയ തെറ്റില്ലാതെ വന്നു. പക്ഷേ വീണ്ടും താഴ്ച വന്നപ്പോൾ വീണ്ടും നഷ്ടത്തിലേക്ക് പോവുകയാണ് ഉണ്ടായത്. അപ്പോൾ ഇത് കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹം മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നു എന്നുള്ളതാണ്. അത് ഒരിക്കലും നല്ലൊരു തീരുമാനമല്ല. മാർക്കറ്റ് ഉയർന്ന സമയത്ത് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ടുള്ള പൈസ സേഫായിട്ട് സൂക്ഷിക്കുകയും SIP രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് മാർക്കറ്റ് ഉയർന്നു നിൽക്കുമ്പോൾ ചെയ്യുന്നത്. ഇതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള മറ്റൊരു തെറ്റും കൂടെ, നാലാമത്തെ തെറ്റ് അതാണ്, അതും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒരു മാർക്കറ്റ് ഡൗൺ സൈഡിലേക്ക് വന്നപ്പോൾ അദ്ദേഹം SIPകളൊക്കെ ക്ലോസ് ചെയ്തു എന്നുള്ളതാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെപ്റ്റംബർ 2024 കാലഘട്ടത്തിൽ അവിടെ നിന്ന് മുതൽ മാർക്കറ്റ് താഴേക്ക് വന്നു തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്ന SIPകളൊക്കെ സ്റ്റോപ്പ് ചെയ്തു. ഫർദർ ഇൻവെസ്റ്റ്മെൻറ്റുകളൊന്നുമില്ല. അത് എന്തുകൊണ്ടാണ് അത് ഏറ്റവും മോശമായിട്ടുള്ളൊരു തീരുമാനം എന്ന് പറയുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ മാർക്കറ്റ് താഴുന്ന സമയത്ത് നമ്മളുടെ മ്യൂച്വൽ ഫണ്ടുകളുടെ തുക കുറയുമ്പോൾ നമ്മൾ SIP കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കൂടുതൽ യൂണിറ്റുകൾ കിട്ടും. ഉദാഹരണമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ 20 രൂപ NAV ഉള്ള ഒരു മ്യൂച്വൽ ഫണ്ടിൽ നമ്മൾ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ്. അപ്പോൾ നമുക്ക് സാധാരണ കിട്ടുക എന്താണ്, 50 യൂണിറ്റാണ് കിട്ടുക. അതേസമയം തന്നെ അടുത്ത മാസം ഇതിൻ്റെ വില, മ്യൂച്വൽ ഫണ്ട് വില 20 എന്നുള്ളത് 10 കുറഞ്ഞു എന്ന് കരുതുക. 10 അങ്ങനെ പെട്ടെന്ന് കുറയില്ല, എങ്കിലും ഞാനൊരു ഉദാഹരണത്തിന് പറയുകയാണ്. 20 എന്നുള്ളത് 10 കുറഞ്ഞു കഴിഞ്ഞാൽ 1000 രൂപ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് മുൻപ് 50 യൂണിറ്റ് കിട്ടിയിരുന്നിട്ട് ഇപ്പോൾ എത്ര കിട്ടും, 100 യൂണിറ്റുകൾ കിട്ടും. അപ്പോൾ മാർക്കറ്റ് താഴുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ നമ്മൾ അറ്റ്ലീസ്റ്റ് SIP കണ്ടിന്യൂ ചെയ്യുകയെങ്കിലും ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത് എന്നുള്ളത് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് തോന്നുന്നു. അദ്ദേഹം ആ ഒരു തെറ്റ് വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഒരു താഴ്ന്ന നിലയിലുള്ള യൂണിറ്റുകൾ അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റാതെ ഇരുന്നു എന്നുള്ളതാണ്. അങ്ങനെ SIP സ്റ്റോപ്പ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ആവറേജ് പർച്ചേസ് പ്രൈസ് എപ്പോഴും ഉയർന്നു നിൽക്കുകയും നമ്മൾ താഴെ വാങ്ങാത്തത് കൊണ്ട് ആ ഒരു ആവറേജ് എഫക്റ്റ് നമുക്ക് കിട്ടാതിരിക്കുകയാണ് ചെയ്യുക. അത് നമ്മൾ മാർക്കറ്റ് റിക്കവറായി വരുന്ന സമയത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണത്തിൽ 20 രൂപ ഉണ്ടായിരുന്നത് സമയത്ത് 50 യൂണിറ്റ് കിട്ടിയതും 10 രൂപ ഉണ്ടായിരുന്ന സമയത്ത് 100 യൂണിറ്റ് കിട്ടിയതും അടക്കമുള്ള 150 യൂണിറ്റുകൾക്കും ഈ മ്യൂച്വൽ ഫണ്ട് 30 രൂപയായി വർദ്ധിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാ യൂണിറ്റിനും ഒരേപോലെ വില കൂടുന്നുകൊണ്ട് 30 × 150, അതായത് 4500 രൂപ കിട്ടിയേനെ എന്നുള്ളതാണ്. അതായത് വെറും 2000 രൂപ നിക്ഷേപിച്ചിട്ട് 4500 രൂപ കിട്ടേണ്ട ഒരു സിറ്റുവേഷൻ ഇദ്ദേഹത്തിന്
ഒഴിവായിപ്പോയി എന്നുള്ളതാണ്. ഇദ്ദേഹം വരുത്തിയിട്ടുള്ള നാലാമത്തെ തെറ്റ് അതാണ്. അതായത് SIPയും അല്ലെങ്കിൽ മറ്റുള്ള ഇൻവെസ്റ്റ്മെൻറ്റുകളും മാർക്കറ്റ് താഴ്ന്നു വരുന്ന സമയത്ത് അദ്ദേഹം ഒഴിവാക്കി എന്നുള്ളതാണ്. അടുത്തൊരു തെറ്റ് എന്താണെന്ന് വെച്ചാൽ പാനിക്കായിട്ട് സെല്ല് ചെയ്തു എന്നുള്ളതാണ്. പാനിക്കായിട്ട് സെല്ല് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്കറ്റ് താഴ്ന്നു നിൽക്കുന്നു എന്ന് കണ്ട സമയത്ത് പല മ്യൂച്വൽ ഫണ്ടുകളും കിട്ടിയ വിലയ്ക്കൊന്നും വിറ്റ് കളഞ്ഞു എന്നതാണ്. അത് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രശ്നമാണ്. ആ ഫണ്ടുകൾ ഇതിൽ കാണിച്ചിട്ടില്ല, പക്ഷേ അദ്ദേഹം അങ്ങനെ കുറച്ച് ഫണ്ടുകൾ സെല്ല് ചെയ്യും കൂടെ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഓവർ ഡൈവേഴ്സിഫിക്കേഷൻ നടത്തുക, റിസ്ക് ആയിട്ടുള്ള കാറ്റഗറികളിൽ, അതായത് സ്മോൾ ക്യാപ്പ് മിഡ് ക്യാപ്പ് കമ്പനികളിൽ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, അതുപോലെ റീസെൻ്റായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ഫണ്ടുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് പോവുക, അതുപോലെ മാർക്കറ്റ് ഉയർന്നു നിൽക്കുന്ന സമയത്ത് ലംസമായിട്ട് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇടുക, അതുപോലെ മാർക്കറ്റ് താഴുന്ന സമയത്ത് SIPകൾ സ്റ്റോപ്പ് ചെയ്യുക അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റോപ്പ് ചെയ്യുക, ഏറ്റവും അവസാനമായിട്ട് പാനിക്കായിട്ട് സെല്ല് ചെയ്യുക. ഇങ്ങനെയുള്ള 6 തെറ്റുകൾ ഇദ്ദേഹം കാര്യമായിട്ട് വരുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ 6 തെറ്റുകൾ ക്ലിയർ ചെയ്യുന്നതിനായിട്ട് അദ്ദേഹത്തിന് ചില സജഷൻസും കൊടുക്കുകയുണ്ടായി. അത്തരം സജഷൻസ് നിങ്ങൾക്ക് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറായിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂട്ടുകാരുമായിട്ട് ഷെയർ ചെയ്യാനും മ്യൂച്വൽ ഫണ്ടുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോകളും മറ്റുള്ള പേഴ്സണൽ ഫിനാൻസ് വീഡിയോകളും കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെൽ ബട്ടൺ ഒന്ന് അമർത്താനും നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട് 2 വീഡിയോകളാണ് ഇവിടെ കാണുന്നത്, അതുകൊണ്ടുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം.